ഈ നാറി എണീറ്റില്ലേ? എണീക്കടാ. സമയം എത്രയായി? 7:05. എന്താണിത്? 7 മണി ആയനാണ്ടാ നീ ഇത്ര ബഹളം വെക്കണേ? നീ എന്തേലും കാണിക്കും. അതെങ്ങനാ? രാത്രി കണ്ട പെൺപിള്ളേരോടൊക്കെ കുണുകുണ പറഞ്ഞിരിപ്പല്ലേ? അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല മോനെ. അസൂയ. നീ വരുന്നെങ്കിൽ വേഗം റെഡിയാകടാ. എൻ്റെ അമ്മച്ചി. എടാ അജുവേ, നീടാ. അയാളുടെ മീറ്റിംഗ് എപ്പോഴാണ് തുടങ്ങണം? മീറ്റിംഗ് നമുക്ക് 4 മണി ആയിട്ടില്ല സൗകര്യം. ഇത് 6 മണിയാകുമ്പോൾ ഒരു സ്ഥലം വരും പോണേ. അത് നമുക്ക് നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. നീ എന്താണ് ഈ നോക്കണത്? അവിടെ ഒരു തങ്ങടുന്ന് കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്നാ ശരിയാണല്ല. നീ വീഡിയോ എടുക്കല്ലേ, നമുക്ക് ചോദിക്കാന്നേ. ചിലപ്പോൾ ബൈക്ക് മോഷ്ടാക്കളായിരിക്കും. വീഡിയോ എടുത്ത് വെച്ച തെളിവാവൂലേ? നീ നോക്കിയത് ഇപ്പൊ എന്തായി? വീഡിയോ എടുത്തോണ്ട് ഹെൽമെറ്റ് കളറെ കിട്ടില്ലേ? അത് ശരിയാണ്. ഇപ്പൊ നീ പറഞ്ഞ പോലെ പോയി ചോദിച്ചെങ്കിൽ അവൻ വല്ല നുണയം പറഞ്ഞു പോയനെ. ഇനി ഞാൻ എന്ത് ചെയ്യൂടാ? ആകെ നാണക്കേടായി. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അത് ചെയ്തത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇത് ഇങ്ങനെയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? വിചാരിക്കൂല. ഞാനതൊക്കെ മോളിൽ നിന്ന് കാണുന്നുണ്ടെന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ആ കള്ള സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ അത് ഫേസ്ബുക്കിലിടും ഞാൻ വിചാരിച്ചില്ല. ആ ഹെൽമെറ്റ് ഇടുന്ന വണ്ടി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് ചോദിച്ചാൽ ആരും വന്നിട്ടുമില്ല. എന്നാലും ഒരു ചെറുപ്പക്കാരനല്ലടാ. നാട്ടുകാർ കള്ളെന്ന് വിളിച്ചാൽ അവൻ്റെ ജീവിതം പോയില്ലേ? എൻ്റെ രമേശ, ഇങ്ങനെയുള്ളമാരെ നാട്ടുകാർ തിരിച്ചറിയുക തന്നെ വേണം. 4 ആളോട് പറയുന്നതിനേക്കാൾ എഫക്റ്റ് കിട്ടും ഫേസ്ബുക്കിലിട്ടാൽ. കള്ളന്മാരായിട്ട് തന്നെ അറിഞ്ഞാൽ മതി. ഇന്നലെ അവിടെ ഇരുന്ന വണ്ടിയില്ലേ, അത് എൻ്റെ വണ്ടിയാണ്. ഏത് വണ്ടി? ഈ വണ്ടി ഇന്നലെ പെട്രോൾ തന്നിട്ട് അവിടെ വെച്ചിട്ട് പോയതാ. ചേട്ടൻ ഇന്നലെ വീഡിയോ എടുത്തില്ലേ? അത് ഞാനല്ല, ഇയാളാണ്. എടാ മോനെ, ഇങ്ങനെയൊക്കെ വണ്ടിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ കള്ളന്മാർ കൊണ്ടുപോകണ സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് പോകാനായിട്ട് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട് കള്ളനെ കിട്ടിയില്ലേ? ചേട്ടനാ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അപ്പൊ നീ ആ കള്ളനെ വക്കാലത്തോട്ട് വന്നേക്കണം. ആരാടോ അവൻ? തനിക്കറിയോ ഇന്നലെ എന്താ സംഭവിച്ചെന്നോ? എടാ എടാ, ഞാൻ കടയുടെ ഫ്രണ്ടിലുണ്ട്. എവിടെ? ആ അതെ, കണ്ടു. എടാ, നിന്നെ വന്നൊന്ന് പിക്ക് ചെയ്യണേന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആ വന്നേക്കാം. എന്തായാലും ആവട്ടെ. ഇല്ല സത്യത്തിൽ ഇതാണ് ഇന്നലെ സംഭവിച്ചത്. സത്യം എന്താണെന്നറിയാതെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കള്ളനാക്കി. ഇനി ഇതിൻ്റെയൊക്കെ കാരണം എൻ്റെ അടുത്ത് കേട്ടോ. ഇനി മുതൽ ഒരു കാര്യം ഞാൻ ആലോചിക്കാതെ ചെയ്യില്ല. എൻ്റെ ആ വീഡിയോ ഷെയർ ചെയ്തതുപോലെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരും എത്തിക്കണം. മതി, കട്ടാക്ക. ഈ വീഡിയോ എങ്ങാനും ഡിലീറ്റ് ആക്കിയ നേരത്തെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്, ചത്താലും മറക്കൂല. താൻ എല്ലാ ദിവസവും ഈ വീഡിയോ തൻ്റെ പേജിൽ ഷെയർ ചെയ്യണം കേട്ടല്ലോ? ശരി. നമുക്ക് തെറ്റ് പറ്റിപ്പോയി രമേശ. നമ്മക്കല്ല, നിനക്ക്. അന്നേ ഞാൻ പറഞ്ഞതല്ലേ കാര്യം ചോദിച്ചിട്ട് ചെയ്യാൻ. ശരിയാണ്. 2 കിട്ടിയപ്പോ സമാധാനമായി. അവൻ തല്ലിയേക്കണത് നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നാട്ടുകാരുടെ മൊത്തം പറയാൻ നിൽക്കണ്ട. ഓ ശരി. ചെവിയിലെ ഒരു മുകളിൽ നമുക്കൊരു ചായ പിടിക്കാൻ പോവാം. കീടം കാണും. ശവത്തെ കുത്തല്ല രമേശ.
കിട്ടിയതാ കിട്ടി. സാബു, ഇനിയെങ്കിലും ഒരു വകുതിരിവ് കാണിക്കും. എടാ രമേശ, നീ ഇനി കുറേ കൂടി പഠിക്കാനുണ്ട്. നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഈ വകതിരിവിൻ്റെയൊക്കെ ആവശ്യമുണ്ടാ? കഷ്ടം.